ഈ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പല ചർച്ചകളൊക്കെ കാണാറുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് എന്തിനാണ് ഒരു തുക നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ അതിനകത്ത് കയറി പറയുന്നത്, എന്തിനാണ് ഒരു തുക നിശ്ചയിച്ചിരിക്കുന്നത്? കുർബാന പണം എന്ന് നമ്മൾ പദം ഉപയോഗിക്കുന്നു. കുർബാനയ്ക്ക് ഇത്രയുള്ള വില, അതോ ഈ വില കൊടുക്കണോ കുർബാനയ്ക്ക് എന്നൊക്കെയാ ചോദിക്കുന്ന ആൾക്കാര്. പൈസ ഇല്ലാത്തവരുടെ സ്ഥിതി എന്താണെന്ന് ചോദിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടത്. ചില ആൾക്കാരൊക്കെ കുർബാന പണം മേടിക്കാതെ കുർബാന ചെല്ലുന്നത് കുറച്ചൊരു നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. സത്യത്തിൽ എന്താണ് കുർബാന പണം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ളത്? പലപ്പോഴും പെട്ടെന്ന് നമുക്ക് പണം എന്നല്ല അതിന്റെ പദം ഉപയോഗിക്കാറുള്ളത്, വിശുദ്ധ കുർബാന ധർമ്മം സ്റ്റൈഫൻഡ് എന്നൊക്കെയാണ്. എന്താണത്? ആ പണം എന്താണ് സത്യത്തിൽ? ഈ പണവും ഒരു ബലിയർപ്പണവും കൂടി കൂട്ടിക്കുഴയ്ക്കുന്നത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അത്ര ഭംഗിയുള്ള ഒരു കാര്യമല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. സത്യത്തിൽ എന്താണ് പണം എന്ന് പറഞ്ഞാൽ എന്ന് ആദ്യം ചിന്തിക്കും. ഒരു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പൗണ്ടോ ഒരു 1000 രൂപ ഇപ്പൊ ഇല്ലല്ലേ, 2000 നോട്ടോ ഒക്കെ എടുത്ത് നോക്ക്. അതെന്താണ് സത്യത്തിൽ എന്ന് പറയാമോ? എന്താണ് സത്യത്തിൽ അത്? നിങ്ങൾ പറയും അതൊരു പേപ്പറാണ്, പ്രിന്റ് ചെയ്തതാണ്. പക്ഷെ സത്യത്തിൽ അതെന്താണ്? അത് സത്യത്തിൽ ഒരു സർട്ടിഫിക്കറ്റാണ്. അതൊരു സർട്ടിഫിക്കറ്റാണ്. എന്തിന്റെ സർട്ടിഫിക്കറ്റാണ്? അത് 2 കാര്യങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഒന്നുകിൽ അത് മനുഷ്യന്റെ അധ്വാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഒരു മനുഷ്യൻ 1000 രൂപയ്ക്ക് തെങ്ങിന് ചോട് കളച്ചെന്ന് വിചാരിച്ചു. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ തെങ്ങിന് ചോട് കളിക്കുന്നു. 1000 രൂപയാണ് കൂലി. അപ്പൊ വൈകുന്നേരം ആ മനുഷ്യന് 1000 രൂപ നോട്ട് കിട്ടും. ഈ 1000 രൂപ നോട്ട് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഈ മനുഷ്യൻ ഈ തുകയ്ക്കുള്ള അധ്വാനം എടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്നതാണ് സത്യത്തിൽ ആ സർട്ടിഫിക്കറ്റ്. ഇനി ഈ പൈസയായിട്ട് ഈ മനുഷ്യൻ പോയിട്ട് ഒരു മസാല ദോശ കഴിക്കാനായിട്ട് പോകുന്ന ചോദിച്ചു. 1000 രൂപ വിലയുള്ള ഒരു മസാല ദോശ കഴിക്കും. അപ്പൊ അവിടെ അദ്ദേഹത്തിന് സത്യം പറഞ്ഞ ആ മസാല ദോശ കിട്ടുന്ന കടയുടെ മുമ്പിൽ പോയിട്ട് കളിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് പറ്റും? ഞാൻ ഇവിടെ ആ പണി എടുത്തിട്ടുണ്ട് എന്നതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അയാൾക്ക് കൊടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറൻസി അഥവാ പണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് എന്താണ്? അത് ഭൂമിയുടെ ഫലത്തിന്റെ പ്രതീകമാണ്. ഭൂമിയുടെ ഫലത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പം വീട്ടിൽ പറമ്പുണ്ട്, തെങ്ങുണ്ട്, തെങ്ങിന് കായ, അത് വിൽക്കുമ്പോൾ 1000 രൂപ കിട്ടി, അല്ലെങ്കിൽ കിട്ടി. ആ പണമായി മാറുന്നത് എന്താണ്? ഒന്നുകിൽ ഭൂമി പുറപ്പെടുവിച്ച ഫലങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഒരു സർട്ടിഫൈ. ഇതിലൊന്നാണ് സത്യം പറഞ്ഞാൽ പണം. അപ്പൊ സത്യത്തിൽ പണമെന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു മോശം കാര്യമല്ല. മോശമാകുന്ന എപ്പോഴാണ്? അത് കള്ളപ്പണമാകുമ്പോഴോ ശരിയല്ലാത്ത വിധത്തിൽ ശേഖരിച്ചതാകുമ്പോഴോ ഒക്കെയാണ്, അല്ലെങ്കിൽ ദൂർത്തടിക്കുമ്പോഴോ ഒക്കെയാണ് അത് പണം മോശമായി മാറുന്നത്. അല്ലെങ്കിൽ എന്റെ മാത്രമാണ് എന്ന് പറഞ്ഞ് ആർക്കും കൊടുക്കാതെ പൊതിഞ്ഞു വെക്കുമ്പോഴൊക്കെയാണ് അത് ഒരു തിന്മയായി മാറുന്നത്. അല്ലാത്ത പക്ഷം സത്യത്തിൽ പണം എന്തിനെ പ്രതിനിധീകരിക്കുന്നതാണ്? ആ മനുഷ്യന്റെ അധ്വാനത്തെയും ഭൂമിയുടെ ഫലത്തെയും പ്രതിനിധീകരിക്കുന്നതാണ്. നമുക്ക് ലത്തീൻ കുർബാന ക്രമത്തിനകത്ത് കാഴ്ചവെപ്പുമായി ബന്ധപ്പെട്ട് അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ തന്നെ അതുണ്ട്. ഭൂമിയുടെ ഫലവും മനുഷ്യകരങ്ങളുടെ അധ്വാനവും ഞങ്ങൾ അതിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലത്തീൻ ക്രമത്തിൽ വായിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ പൊതു പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ബലിയർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബലിയർപ്പണത്തിന്റെ ഭാഗമാകുമ്പോൾ ആ മനുഷ്യൻ അർപ്പിക്കുന്നത് ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ അധ്വാനം സമർപ്പിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ സമർപ്പിക്കണം, പ്രകൃതിയുടെ ഫലങ്ങളൊക്കെ. നമ്മൾ ആദ്യ വിശുദ്ധഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ ആബേലിന്റെയും ഖയലിന്റെയും ഒക്കെ കാഴ്ച സമർപ്പണം മുതൽ നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പൊ ദൈവം തന്നതാണെന്ന് നമ്മൾ തന്നെ ഓർക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത്, അല്ലാണ്ട് ദൈവത്തിന് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഇത് അവിടുത്തേതാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ അവിടേക്ക് കൊണ്ടുചെല്ലുന്നത്. ഇത് അങ്ങയുടേതാണ് എന്ന് പറഞ്ഞാൽ കൊണ്ടുചെല്ലുന്നത്. അപ്പൊ നോക്കിയേ, ഒരു കുർബാന ധർമ്മം നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്. ദാവീദ് രാജാവ് ബലിയർപ്പിക്കാനായിട്ട് ചെല്ലുമ്പം പുരോഹിതൻ പറയും, രാജാവെ അങ്ങ് ചുമ്മാ വന്നാൽ മതി, കാഴ്ച ഒന്നും കൊണ്ടിട്ട് ആവശ്യം. അപ്പോ ദാവീദ് പറഞ്ഞ ഒരു വാചകമാണിത്: എനിക്ക് ചെലവില്ലാത്ത ഒരു ബലി ഞാൻ അർപ്പിക്കുകയില്ല. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എനിക്ക് വളരെ കൂളായിട്ട് ഒരു കുർബാന ഇല്ലിക്കോ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ബലി ഞാൻ അർപ്പിക്കുകയില്ല എന്നാണ് ദാവീദ് പറയുന്നത്. സത്യത്തിൽ അതിന്റെ ഉള്ളിൽ ഒത്തിരി അർത്ഥമുണ്ട്. ഇവിടെ ഒരാൾ ഒരു കുർബാന ധർമ്മം സമർപ്പിക്കുമ്പോൾ സത്യത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? ആ മനുഷ്യന് അവിടെ പോയി അധ്വാനിക്കാൻ പറ്റത്തില്ല. ഈ പണം അദ്ദേഹം കൊടുക്കുന്ന 100 രൂപയാണ് കരുത്. ആ പണം സത്യത്തിൽ എന്താണ്? അദ്ദേഹം ഒഴുക്കിയ വേർപ്പിന്റെ, തന്റെ രക്തം വേർപ്പുതുള്ളികളാക്കി മാറ്റിയതിന്റെ സർട്ടിഫിക്കറ്റാണ് സത്യം പറഞ്ഞത്. അതാണ് അദ്ദേഹം കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വിളയിച്ചെടുത്ത എന്തെങ്കിലും അത് കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ സത്യത്തിൽ തന്നെ തന്നെയാണ് സമർപ്പിക്കുന്നത്. അർച്ചനയാണ് നേർച്ച എന്ന് പറയാം. എന്നെ തന്നെ അർപ്പിക്കും. അപ്പൊ ഒരു ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആ വ്യക്തി തന്നെ തന്നെ അർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തന്റെ സമ്പത്തിന്റെ, തനിക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന തന്റെ സമ്പത്തിന്റെ, തന്റെ അധ്വാനത്തിന്റെ ഒരു പങ്ക് കൊണ്ടു കൊടുക്കുന്നു. അപ്പൊ അത് ഒരിക്കലും ഒരു അച്ഛൻ നിഷേധിക്കാൻ പാടില്ല. അതൊന്നും ആവശ്യമില്ല, എനിക്ക് ചെല്ലിക്കോളാം, എനിക്കുള്ള അധികാരം ഉണ്ടെന്ന് പറയാനൊരു അച്ഛൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? അത് ആദരവോടുകൂടെ സ്വീകരിക്കണം. ഇനി മറ്റെന്ത് നന്മയ്ക്ക് വേണ്ടത് ഉപയോഗിക്കാം.
ആ ഒരു മനുഷ്യർ ഇത് കൊണ്ട് കൊടുക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ ഉള്ളത് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നു, അങ്ങനെയാണ് ഒരു 100 രൂപയൊക്കെ എത്ര തുച്ഛമായത് വെച്ചാൽ മതിയോ? അതിന്റെ പുറകെയുള്ള സഭയുടെ കാഴ്ചപ്പാട് ഇതാണ്. ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യന് പോലും ഒരു കാഴ്ച സമർപ്പണം, ബലിയർപ്പണം സമർപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 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 വ്യക്തമായ ഒരു അർത്ഥത്തിൽ, ഒരു പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ സമർപ്പിക്കാൻ പോലും പറ്റണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തുക വെച്ചിരിക്കുന്നത്. ഇനി ദരിദ്രനായിരിക്കുന്ന ഒരാളാണ്, അയാളുടെ ഒന്നും എടുക്കാനില്ല. അങ്ങനെയുള്ള സമയത്ത് കാർമ്മികൻ തന്നെ അദ്ദേഹത്തിന് വേണ്ടി അത് ചെയ്തിട്ട് തനത് കുർബാന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി താൻ തന്നെ അത് പേ ചെയ്ത് അച്ഛൻ ചെല്ലും. അങ്ങനെയാണ് സ്ഥിരമായി നടക്കുന്നത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന്റെ കുർബാന കണക്കുകൾ ഞാനിപ്പോ എന്റെ കൂടുതൽ പെട്ടെന്ന് വന്നപ്പോൾ അത് പറഞ്ഞു പോയെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് കുർബാനയ്ക്ക് ഒരു തുക നിശ്ചയിക്കുന്നു എന്ന് പറയുന്നത് ഒരു മാരക പാപമാണെന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല. അത് കൊടുക്കുന്നത് അച്ഛൻ എന്നാ വിചാരിക്കും എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് നിന്റെ ബലിയർപ്പണത്തിന്റെ സമർപ്പണമാണ്. നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യം ഓർക്കുക, ജനം മുഴുവനും പുരോഹിത ജനമാണ്. അവരർപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത് അവരർപ്പിക്കുന്നത് ബലിയും കാഴ്ചകളുമാണ്. അതിനകത്ത് അവരുടെ അനുദിന ജീവിതമാണ് സമർപ്പിക്കുന്നത്. അപ്പൊ അത് ഈ അർത്ഥത്തിലാവണമെന്ന് മാത്രമല്ല, നമ്മുടെ സഹനങ്ങളും കഷ്ടതകളും ഒക്കെ നമുക്ക് സമർപ്പിക്കാൻ പറ്റും. അപ്പൊ അനുദിന ജീവിത ബലി അർപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു ചെറിയ കാര്യമല്ല. അത് അനുദിന ജീവിത ബലിയെ സമർപ്പിക്കുന്നത്, അനുദിന ജീവിതത്തിന്റെ ത്യാഗങ്ങൾ സമർപ്പിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ അർപ്പണമാണ്. ഇനി സഭ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കും, എല്ലാ പ്രവർത്തനങ്ങളിലും ഇത് ഉൾച്ചേർന്നിരിക്കുന്നു. അത് ബലിവേദിക്ക് പുറത്തുമൊക്കെയുള്ള ഒരു ക്രൈസ്തവന്റെ ഒരു സഭാംഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ അനുദിന ജീവിത ബലിയർപ്പണം ഉൾച്ചേർന്നിട്ടുണ്ട്. ഇനി ആ പ്രവർത്തികളിലൂടെ ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ആത്മീയ ബലിവസ്തുക്കൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആത്മീയ ബലിവസ്തുക്കൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാലോ, വിശുദ്ധ കുർബാനയിൽ കാഴ്ചവസ്തുക്കൾ വൈദികൻ സമർപ്പിക്കുമ്പോൾ ജനം ആത്മീയ ബലിവസ്തുക്കൾ അവരുടെ അനുദിന ജീവിതത്തിൽ നിന്ന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ പൗരോഹിത്യത്തിന്റെ പങ്കുകാരാകുന്നത്, പൗരോഹിത്യ ദൗത്യത്തിന്റെ പങ്കുകാരാകുന്നത്.